ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആനന്ദിൻ്റെ മുറി നിന്നും ആകാശും ആര്യനും കൂടെ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ആകാശ് കുറച്ച് കളിയാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആനന്ദിനെ. ഞാൻ പോകുന്നതേ ഏട്ടൻ പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ വെറുതെ വാഷ്റൂമിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പോവുക. അവിടുന്ന് നേരെ ആര്യൻ പോയത് ധർമ്മനെ അന്വേഷിച്ചാട്ടോ. ധർമ്മനാണെങ്കിൽ നേരെ നമ്മുടെ അവിടുത്തെ നീതുവിൻ്റെ അടുത്ത് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുക, സൊറ പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ നീതു ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുക. അവസാനം ധർമ്മൻ അങ്ങ് മടിച്ച് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് കുട്ടിയുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്, വേറൊന്നും തെറ്റിദ്ധരിക്കരുത്. എന്താ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ എന്താ പറയാനുള്ളതെന്ന് വീണ്ടും നീ ചോദിക്കുക കേട്ടോ. ധർമ്മൻ പറയാ, ധർമ്മൻ്റെ മനസ്സ് ഇങ്ങനെ പറ നിനക്ക് പറയാനുള്ള പറയടാന്ന്. രണ്ടും കൽപ്പിച്ച് പറയാം. അത് എനിക്ക് എന്ന് പറഞ്ഞ് വിക്കി ഇങ്ങനെ പറയാൻ തുടങ്ങണതും ആര്യൻ അങ്ങോട്ട് വന്നു ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ടോ തോളിൽ. മാമൻ ഇവിടെ വന്നിരിക്കുകയാണല്ലേ, അത് ശരി, ഇവിടെ എന്താണ്? ഒന്നുമില്ലടാ, ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് ഇവിടുത്തെ ജോലിയുടെയും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുകയാണ്. നമുക്ക് ഉറങ്ങണ്ടേ മാമ, നമുക്ക് പോയാലോ എന്ന് ആരും ചോദിക്കട്ടോ. അപ്പോൾ നീതു പറയുന്നുണ്ട്, അതെ ചെന്ന് കിടന്ന് ഉറങ്ങിക്കോ, നേരം ഒരുപാടായി എന്ന് പറഞ്ഞ് നീതു അങ്ങ് പോവാം. അപ്പോൾ ആര്യം കളിയാക്കിയിട്ട് പറയണം, ഉറങ്ങാനാണ് പറഞ്ഞു വിട്ടത്, ഇനി ഇവിടെ നിൽക്കണോ, വാ പോവാം എന്നും പറഞ്ഞിട്ട് ധർമ്മനെ വിളിച്ചിട്ട് നേരെ ആര്യൻ അങ്ങോട്ട് പോവാട്ടോ. ഈ സമയത്തേനും നമ്മുടെ അനുജ, ബാലൻ്റെ മൂത്ത മോള്, ചില കാര്യങ്ങളൊക്കെ അവിടെ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. കാരണം അതൊരു കുശുമ്പത്തിയാണല്ലോ, അതുകൊണ്ട് തന്നെ ശ്രീകലയുടെ ചില കുശുമ്പും കുന്നായ്മയും എല്ലാം അവിടെ അനുജയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഓടി വന്നിട്ട് മിത്രയും മീനാക്ഷിയും കൂടെ മാറി നിന്നിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ, രണ്ടുപേരും കൂടെ. കാരണം മീനാക്ഷിക്ക് നല്ല സംശയമുണ്ട്, മിത്രയ്ക്ക് സംശയമുണ്ട്. മിത്ര പറയുന്നുണ്ട്, ചേച്ചി ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കൂട്ടി വായിച്ചാൽ എന്തോ പ്രശ്നങ്ങളുള്ളതുപോലെ തോന്നുന്നില്ലേ, എന്ത് പ്രശ്നമാണ് മിത്രയും ചോദിക്കുമ്പോൾ, അതല്ല ഇവിടെ മഞ്ഞൾ കുഴച്ച് വെച്ചപ്പോൾ കണ്ടില്ലേ, കേക്ക് മറിഞ്ഞു വീണപ്പോൾ കണ്ടില്ലേ, അതുമല്ല ആ കേക്ക് കഴിച്ചപ്പോൾ പൂച്ച ചത്തു എന്ന് പറഞ്ഞ്, പിന്നെ ഇപ്പോൾ ആ സേതു ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇടപെട്ടില്ലേ, അതെന്താവും പ്രശ്നം, എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ ചേച്ചി, ഇവർ തമ്മിൽ സംസാരിക്കുക കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുപോലെ എനിക്ക് തോന്നണമെന്ന്. അപ്പോഴാണ് ശ്രീകല അവിടെ വന്ന് ഒളിഞ്ഞ് കേൾക്കുകയാണ് കേട്ടോ. കാരണം ശ്രീകല ഇവരെയൊക്കെ വാച്ച് ചെയ്യുകയാണല്ലോ, ഞങ്ങൾ സംശയിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്ന സമയത്ത് അനൂജ ഓടിക്കൊണ്ട് വന്ന് പറയുകയാണ്, അതെ നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ, ഇഷ്ടം പോലെ ജോലി അവിടെയുണ്ട്, ഞാൻ എവിടെയൊക്കെ ഓടണം എന്നൊക്കെ പറഞ്ഞ് അവരെ വഴക്ക് പറയാം. മീനാക്ഷി പറയുന്നുണ്ട്, ഞങ്ങളുടെ ജോലിയൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, ചേച്ചി പോയി ചേച്ചിയുടെ ജോലി ചെയ്താൽ മതി, എന്താണ് ഇത്ര കൃത്യമായിട്ട് ചെയ്യണം, നീയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഞാനാ സൂക്ഷ്മമായിട്ട് കണ്ടുപിടിക്കേണ്ടത്, എന്ത് കാര്യമാണ് ഞങ്ങൾ കണ്ടുപിടിക്കാത്തത് ചേച്ചി കണ്ടുപിടിച്ച് ചെയ്തത് ഒന്ന് പറഞ്ഞേ എന്ന് മീനാക്ഷി പറയുമ്പോൾ ഉടനെ അനൂജ പറയുന്നുണ്ട്, പിന്നെ ആ ശ്രീദേവി അവളുടെ കാര്യമാണ്, അതിലെന്തൊക്കെയോ കള്ളത്തരങ്ങളുള്ളതോ എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഉദയഭായ് എന്ന് പറയുന്ന ആളെ, അയാളിലും എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്, എന്തൊക്കെയോ അവർ മറച്ചു വെക്കുന്നു. ഈ പറയുന്ന പോലെ ആഡംബരവും വാഷ്പോഷും പണവും ഒന്നും ഇല്ലാത്തവരെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയട്ടോ. ശ്രീകല മാറി നിന്ന് കേട്ട് ഇതൊക്കെ ഞെട്ടിത്തെറിച്ച് നിൽക്കട്ടോ. അപ്പോൾ തന്നെ വീണ്ടും അങ്ങനെയൊന്നും പറയില്ല, അനുജ ചേച്ചി വിചാരിക്കണ പോലെയൊന്നുമല്ല, ചുമ്മാ അനുജ ചേച്ചിയുടെ കുശുമ്പും കുഞ്ഞായ്മൊന്നും എടുത്തിട്ട് വരല്ലേ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി വഴക്ക് പറയുമ്പോൾ, എടി അങ്ങനെയല്ല, എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയിരുന്നു. ആ ശ്രീകല എന്ന് പറയണവരില്ലേ, ആ ശ്രീദേവിയുടെ അമ്മ, അവർ മഹാ പഠിച്ച കള്ളിയാണ്, അവരെന്തൊക്കെയോ കൃത്രിമത്വമായിട്ട് പറയുക, അല്ലാണ്ട് അവർ ഒറിജിനലായിട്ട് പറയണ കാര്യങ്ങളല്ല അതുണ്ട് ഇതുണ്ടെന്ന് എന്തൊക്കെയോ പൊങ്ങച്ചോ അടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എന്തായാലും ഞാനിനി ഇവിടെ നിന്ന ശരിയാവില്ല, ഞാൻ അങ്ങോട്ട് പോയിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അനൂജ പോകുമ്പോൾ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഒളിഞ്ഞു നിന്ന് നോക്കുന്ന ശ്രീകല വിചാരിക്കുന്നുണ്ട്, ഇവൾ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞ് നേരെ അങ്ങോട്ട് ചെല്ലാട്ടോ. ഓടിപ്പോയി, അനുജ മോളെ നിനക്ക് സുഖമാണല്ലേ, നീയാണല്ലേ ഇവിടെ അത്രയും ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, കഷ്ടം, എന്തോരം പണിയുണ്ട്, ബാക്കിയുള്ളവന്മാർ അവരെ കാണും, നീ തന്നെയാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്, ഇത്ര ഭാഗത്തോട്ട് നോക്കുന്നതും ഒക്കെ, ഓഹോ അതും മാത്രമോ, എന്താ സൗന്ദര്യം നിനക്ക്, സുന്ദരിയായിരിക്കണമല്ലോ എന്നും പറഞ്ഞ് അങ്ങ് പൊക്കി അടിക്കട്ടോ. അപ്പോൾ അനുജ ചോദിക്കുന്നുണ്ട്, എന്തായാലും ആൻറ്റി എന്തിനാ എന്നെ ഇത്രത്തോളം പുകഴ്ത്തുന്നത്, എന്തെങ്കിലും ആവശ്യമുണ്ട്? അയ്യോ മോളെ അങ്ങനെ പറയല്, മോളെ എന്ത് വേണമെങ്കിലും കുറ്റം പറഞ്ഞു, ഞാൻ സഹിച്ചോളാം, പക്ഷേ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം ഒരാളെ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒരിക്കലും സഹിക്കില്ല, ഇല്ലാത്ത കാര്യം ഞാൻ ഒരിക്കലും പറയില്ല, അതുകൊണ്ടാണ് ഉള്ള കാര്യമേ ഞാൻ പറയത്തുള്ളൂ. മോൾ എന്ത് സുന്ദരിയാന്ന് പറഞ്ഞത് വളരെ സത്യമാണ്. പിന്നെ ഈ ചടങ്ങെല്ലാം കഴിയട്ടെ, അത് കഴിഞ്ഞ് മോളെ ഞാൻ പ്രത്യേകം ഒന്ന് കാണുന്നുണ്ട്, പ്രത്യേകിച്ചൊരു സമ്മാനവും ഞാൻ തരും എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുക കേട്ടോ. ഇതിലങ്ങ് മയങ്ങി വീണിട്ടുണ്ട് നമ്മൾ അനൂജ. അപ്പോഴാണ് മീനാക്ഷി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി അത് ശ്രീകല ആൻറ്റി അല്ലേ, എന്താ പറഞ്ഞേ? അല്ല ഒരു കുഴപ്പമില്ലടി, ഞാൻ വെറുതെ അവർ സംശയിച്ചതാണ്, അവർ നല്ലൊരു ആൻറ്റിയാണ്, ഇത്രയും നല്ല സ്നേഹമുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ തന്നെ മീനാക്ഷിക്ക് ചെറിയ സംശയമൊക്കെ വരുന്നുണ്ട് അവിടെ. അങ്ങനെ അനൂജ് അവിടെ നിന്ന് തടി തപ്പുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ ശ്രീകല നേരെ പോയിട്ട്
നമ്മുടെ ഇവരോട് പറയണേട്ടാ ഗോമതി എടുത്ത്, ഗോമതി തൽക്കാലം, കാരണം മീനാക്ഷിയും ഇത്രയും കൂടെ അവിടെ നിന്നും നുണ പറഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു പണി കൊടുക്കണമെന്ന് വെച്ചിട്ട് പറയാ, അവരെ ഒന്ന് റൂം മാറ്റി കിടത്തണമെന്ന് പറയാട്ടോ. എങ്ങോട്ട് റൂം മാറ്റണ കാര്യമോ പറയണേ? അതല്ല, അവർ ഞങ്ങൾ കിടക്കുന്ന റൂമിൽ ഇത്തിരി എ സിയുടെ പ്രശ്നമുണ്ട്, ഭയങ്കര ചൂടാ, പിന്നെ കല്യാണ പെണ്ണല്ലേ, അവൾക്ക് കുറച്ച് ഇതൊക്കെ വേണ്ടേ, അതുകൊണ്ട് മീനാക്ഷിയും ഇത്രയും കിടക്കുന്ന റൂം ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളുടെ റൂം അവർക്ക് കൊടുക്കാവോ എന്ന് ചോദിക്കാം. അതിനെന്താ, ഞാൻ അവരോട് പറഞ്ഞോളാം എന്ന് പറയണണ്ട. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ ആഘോഷങ്ങളും അതൊക്കെ, ഇത്ര കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു എന്ന് ശ്രീകല പറയാട്ടോ. അപ്പം ഗോമതിയുടെ മുഖം വല്ലാണ്ടായി. അപ്പോൾ തന്നെ ഉടനെ അവർ പറയാം, അതെ ഞാൻ വേറൊന്നും കൊണ്ട് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ആക്കിയില്ലേ, ഇതന്നെ വലിയ കാര്യം, നന്നായിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് എന്ന് വലിയ ഗമയിലൊക്കെ ഇങ്ങനെ പറയാട്ടോ ശ്രീകല. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ മീനാക്ഷിയും ഇത്രയും കൂടെ മുറി മാറിക്കിടക്കാണ് ഇവരുടെ മുറിയിലേക്കാണ് ശ്രീദേവിയും ഇവരെല്ലാവരും കിടക്കുന്നത്. രാത്രിയാകുമ്പോൾ ആനന്ദിനൊരു മോഹം, എന്താ ശ്രീദേവിനെ ഒന്ന് വിളിച്ചാലോ എന്ന്. അങ്ങനെ വിളിച്ചിട്ട് ശ്രീദേവി ഉണരാട്ടോ. അങ്ങനെ ആനന്ദിനോട് സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് ശ്രീകലയും ഉണരുന്നത്. അപ്പം ശ്രീദേവി പറയാണ്, നാളെ സംസാരിച്ച പോരെ ആനന്ദേട്ടാ, അല്ല എന്നാലും നീ ഒന്ന് പുറത്തേക്ക് വരുമോ, ഒന്ന് സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാന്ന് പറയാം. അപ്പോൾ തന്നെ ശ്രീകല എണീറ്റിട്ട് പറയാം, മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങടിയാ, ആനന്ദേട്ടനാ വിളിക്കണേന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, നാളെ മുതൽ ഇനി അങ്ങോട്ട് ഇഷ്ടം പോലെ സംസാരിക്കാമല്ലോ, ഇപ്പം നീ കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് കിടത്ത കേട്ടോ. അങ്ങനെ നാണം കെട്ട് ആനന്ദ് ഫോൺ വയ്ക്കുകയാണ്. ഈ സമയത്ത് അവിടെ ഭയങ്കര വിഷമത്തിൽ തളർന്നിരിക്കുകയാണ് അലോക് കേട്ടോ. അലോകിനെ പോയി രാജശ്രീ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അലോകിന് ഇതുപോലൊരു ദേഷ്യമില്ല. അപ്പോൾ തന്നെ ഉടനെ മിഥുൻ പറയുന്നുണ്ട്, നീ ദേഷ്യപ്പെടാതെ സമാധാനമായിട്ടിരിക്കുക, കേക്കിൻ്റെ കാര്യം പാളിപ്പോയെങ്കിലും കുഴപ്പമില്ല, അത് കഴിഞ്ഞ് നമുക്ക് മഞ്ഞളിൻ്റെ കല്യാണവും അതും പാളിപ്പോയി, ഇനിയും ഉണ്ടല്ലോ അവസരം, നാളെയല്ലേ കല്യാണ ദിവസം, അപ്പോൾ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ എന്തായാലും നമുക്കിത് മുടങ്ങും, നീ സമാധാനപ്പെടാന്ന് പറഞ്ഞ് മിഥുൻ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 2 ഗുണ്ടകളെ പറഞ്ഞ് വിടുന്നുണ്ട് അവിടുന്ന് ശ്രീദേവിനെ പിടിച്ചുകൊണ്ട് വരാനായിട്ട്. അങ്ങനെ അവന്മാർ പോയി ശ്രീദേവി കിടക്കുന്ന റൂമിലേക്ക് പോയി ഒളിഞ്ഞു നോക്കുമ്പോൾ അവിടെ 2 പെണ്ണുങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ആവുക കേട്ടോ. അങ്ങനെ അലോകിനെയൊക്കെ മിഥുനെ വിളിച്ച് ചൊറയുന്നുണ്ട്, സാർ ഇവിടെ 2 സ്ത്രീകൾ കിടപ്പുണ്ട്, ഇതിലേതാ കല്യാണപ്പെട്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണില്ല, ശരിക്കും മീനാക്ഷിയും ഇത്രയുമാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇവർ വിചാരിക്കുകയാണ്, അയ്യോ അങ്ങനെയാണോ, എന്നാൽ ഒരു കാര്യം ചെയ്താലോ, മിഥുൻ പറയാണ്, അലോക് നീ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്ക്, ആ മുഖം നോക്കി പിടിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറയുമ്പോൾ അലോക് പറഞ്ഞിട്ടുണ്ട്, അത് വേണ്ട, 2 എണ്ണത്തിന് നീ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നേരെന്ന് പറയാട്ടോ. അതെന്തിനാ അങ്ങനെ? അപ്പോൾ രാജശ്രീ ചോദിക്കുന്നുണ്ട്, എടാ നീ എന്തിനാ അങ്ങനെ പറഞ്ഞ്, നാളെ ഏതെങ്കിലും വിധത്തിൽ കല്യാണം മുടങ്ങണം, ഒന്നല്ലെങ്കിൽ വേറൊരു രീതി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്നിനെ പിടിച്ച് ഇനി മാറിപ്പോകണ്ടല്ലോ, അതുകൊണ്ട് 2 എണ്ണം അവിടെ ആരൊക്കെ കിടക്കണം 2 എണ്ണത്തിനെ പിടിച്ച് ഇനി കൊണ്ടുവന്നേരെന്ന് പറയാട്ടോ. അങ്ങനെ നേരെ അകത്തേക്ക് അവന്മാർ കയറി പോകേണ്ട എപ്പിസോഡ് തീർന്നത്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്